എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ടോപ്പിക് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസ് കണ്ടു. ഒരു ആലുവയിൽ നിന്നും ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതെ പോയി. അവസാനം പോലീസ് അതിൻ്റെ അന്വേഷണത്തിൽ നിന്നും കുട്ടിയെ കണ്ടു കിട്ടി. എന്നിട്ട് അതിനുശേഷം ഈ കുട്ടിയെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആ കുട്ടീനെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത്, അതായത് 12 വയസ്സുള്ള കുട്ടി പറഞ്ഞത്, എനിക്കൊരു കാമുകനുണ്ട്, ആ കാമുകൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുവാണ് എന്നാണ് പറഞ്ഞത്. അപ്പം പോലീസ് ഫർദർ ക്വസ്റ്റ്യൻ ചെയ്തതിൽ മനസ്സിലായത് ഈ പെൺകുട്ടിക്ക് 10ാം ക്ലാസ് മുതൽ ഈ പയ്യനുമായിട്ട് 10 വയസ്സ് തൊട്ട് ഈ പെൺകുട്ടിക്ക് ഈ പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. എന്നിട്ട് 12ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ഇവർ ഒളിച്ചോടാൻ നിൽക്കുന്നത്. അതായത് ഇവരുടെ നാട്ടിലോട്ട് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ പോലീസ് അവിടെ നിന്നാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് ഒരു പോലീസുകാരനായിരിക്കണം, ഒരു സിവിൽ വേഷത്തിൽ ഒരാൾ മനോരമയുടെ ഒരു ന്യൂസ് ചാനലിലാണ് ഞാനിത് കണ്ടത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിവേ അതവിടെ നിൽക്കട്ടെ. പോലീസല്ലേ, നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർ ഈ ക്രിമിനലുകളെയും അങ്ങനെയുള്ളവരെയും കണ്ട് മനുഷ്യത്വമൊക്കെ ഒരു പരിധിവരെ അവരിൽ നിന്നൊക്കെ അന്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് ആ കേസ് അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനകത്ത് കാണണമെങ്കിൽ ഞാനതിൻ്റെ കമൻറ്റ് ബോക്സുകളിലോട്ടൊക്കെ ഒന്ന് പോയി. അപ്പം ഒരു സ്ത്രീ, അതിലൊരു കമൻറ്റിനകത്താണ് എൻ്റെ കണ്ണുടക്കിയത്. ഒരു സ്ത്രീ, അവർ എനിക്ക് തോന്നുന്നു ഒരു 50-55 വയസ്സ് കാണും. പക്ഷേ അവർക്ക് പ്രായപൂർത്തിയായ, അതായത് കെട്ടിക്കാൻ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞവരാകും, 2 വലിയ ആൺമക്കളുടെ കൂട്ടത്തിൽ എൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇവർക്ക് അത്രയും വയസ്സുണ്ടാകും, ഒരു 50-55 വയസ്സ് എന്തായാലും ഈ സ്ത്രീക്കുണ്ട്. അപ്പം ഇവർ അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ഇവർ അതിൻ്റെ അടിയിൽ, അപ്പോൾ അവരുടെ പ്രൊഫൈലിലോട്ടൊക്കെ ഇത് പോയി നോക്കിയാൽ ഭയങ്കര മനുഷ്യത്വപരമായ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാം. പക്ഷേ ഇവരുടെ ഈ കമൻറ്റ് എന്താ വെച്ചാൽ ഇവർ എഴുതിയേക്കുന്നതാണ്. പിന്നെ ഇവർ മാത്രമല്ല, ഒത്തിരി പേര് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീയാണ് കുറച്ചും കൂടെ അതിന് ഊന്നൽ കൊടുത്ത് എഴുതിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ കമൻറ്റ് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. അപ്പം അവരതിനകത്ത് എഴുതിയേക്കുകയാണ്, 2 പേരും കുറ്റം ചെയ്തവരല്ലേ, അതുകൊണ്ട് 2 പേരും ശിക്ഷ അനുഭവിക്കണ്ടേ, എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം, അതായത് ഈ പയ്യനെതിരെ പോസ്കോ കേസ് എടുത്തു. അതിന് കാരണമുണ്ട്, ഈ ചെറുക്കൻ പ്രായപൂർത്തിയായ പയ്യനാണ്, ഇത് 12 വയസ്സുള്ള ഒരു കുഞ്ഞ്. നമുക്കറിയാം, ഈ 12 വയസ്സുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവരെ നമ്മൾ ബാലകന്മാരെന്ന ഗണത്തിലാണ് അവരെ നമ്മൾ പെടുത്തിയേക്കുന്നത്, അല്ലേ? അവരെ ആ ഒരു ഗണത്തിലാണ് പെടുത്തിയേക്കുന്നത്. അപ്പം ഇവർ പറയണു അതിന് ആ പെൺകുട്ടിക്കുമെതിരെ കേസ് എടുക്കണ്ടേ, ഇനി അതല്ല എങ്കിൽ അവളെ ജുനൈൽ ഹോമിലാക്കണം, അവളെ പുറത്തോട്ടിറങ്ങിയാൽ അതിലും അപ്പുറം കാണിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഘോരം അതിനകത്ത് കമൻ്റ് എഴുതിയേക്കുകയാണ്. അപ്പം ഒന്നും കൂടെ ആ ന്യൂസ് റിപ്പീറ്റ് ചെയ്ത് കേട്ടു. ഇത് ഇനി 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ പിള്ളേരുടെ കാര്യമാണോ പറയണേ? അല്ല, ഇവർ പറയുന്നത് 12 വയസ്സുള്ളൊരു കുട്ടിയുടെ കാര്യമാണ്. അതായത് നമ്മൾ ബാലകന്മാരെന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് പറയണത്. അതിനകത്താണ് 2 പേർക്ക് ഒരേ നീതിയല്ലേ, അവളും തെറ്റ് ചെയ്തതല്ലേ. ആക്ച്വലി അവിടെ സെക്ഷൽ ഹരാസ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയത് ഒരു പ്രായപൂർത്തിയായ പയ്യനായതുകൊണ്ട് അവനെതിരെ പോസ്കോ കേസ് ചുമത്തി. അതാണല്ലോ നമ്മുടെ നിയമം. അങ്ങനെ പോസ്കോ കേസ് ചുമത്തി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനെതിരെയുള്ള കമൻറ്റുകളാണ്. എന്നിട്ട് ഇവർക്ക് ലൈക്ക് അവിടെ കിടന്നുകൊണ്ട് ലൈക്ക് കുറേ പേര്. കാരണം സെയിം പാറ്റേണിലുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഈ LKG UKG 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന എന്തോരം കുഞ്ഞുങ്ങളുടെ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര നാണത്തോടെ പറയും, എനിക്കിവിടെ ഒരാളെ ഇഷ്ടമാണെന്നൊക്കെ പറയും. ഈ ഇഷ്ടത്തിനൊക്കെ നമ്മുടെ മുതിർന്നവരുടെ പ്രണയം എന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മൾ അങ്ങനെയാണോ കാണുന്നത് അതിനെയൊക്കെ? അവർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു ഇഷ്ടം, അല്ലേ? അവരുടെ ആ ഒരു ഇഷ്ടത്തിനെ നമ്മൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സ്റ്റെപ്പ് ഫാദറാണ്. അതായത് അമ്മ 2ാമത് കല്യാണം കഴിച്ചതായിരിക്കണം, അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കൂടെയുള്ളത്. അപ്പം ഇവരുടെ മോളല്ല ശരിക്കും, ഇയാളുടെ മോളല്ല ഈ കുട്ടി. അപ്പം ശരിക്കും അയാൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കുട്ടിയുടെ അടുത്തുള്ള ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചൊന്നും അവർ ന്യൂസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിക്കാണ് ഇതിനെക്കുറിച്ച് സത്യമായിട്ടും അറിയാവുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കേണ്ട, ആ പെൺകുട്ടിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇത് പരിചയക്കാരനായ ഇയാളെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും പോലീസ് ഏതൊക്കെ വിധത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തു എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ഈ പെൺകുട്ടി ആ പയ്യനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്, അപ്പം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാമുകൻ എന്നാണോ? ഇപ്പം നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എന്തോരം പറയണം. അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്രയോ ചെറുപ്പത്തിൽ ഇപ്പോൾ മുട്ടായി മേടിച്ച് തരുന്ന, അല്ലെങ്കിൽ അയലത്തെ വീട്ടിൽ മുട്ടായി മേടിച്ച് തരുന്ന ചേട്ടനൊക്കെ, ആ ചേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് അയാളോട് പ്രണയമാണെന്നാണോ? ഇനി പ്രണയമാണ് എന്ന് പിള്ളേർ പറഞ്ഞാൽ പോലും ഈ 12 വയസ്സുള്ള കൊച്ചിനൊക്കെ എന്തോന്ന് പ്രണയമാണ്?
അവർക്ക് എന്ത് തോന്നാനാണ്, അവരുടെ മനസ്സിൽ എന്ത് തോന്നാനാണ്? അവർക്ക് അവരെ സഹായിക്കാൻ വരുന്ന ഒരു വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടം കോമൺ സെൻസുള്ള ആർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തോ നിർഭാഗ്യവശാൽ അത് പോലീസിനും മനസ്സിലായില്ല. ഇതായത് ഈ കമൻ്റ് ഇടുന്നത് പോലീസിൻ്റെ പോട്ടപ്പ, എന്നാൽ ഈ കമൻ്റ് ഇടുന്ന രാജ്ഞിമാർക്കും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. ഇങ്ങനെ കുറേ കമൻറ്റുകളുണ്ട് അതിനകത്ത്. പിന്നെ കുറേ ആണുങ്ങൾ വന്നിട്ട് ഇടുന്നുണ്ട്, അത് പോട്ടേന്ന് വെക്കാം. അത് ചെറുപ്പക്കാരാണ്, അവർക്ക് ആ ഒരു പിന്നെ അവർക്ക് അവരും ഇതിലൊക്കെ ചിലപ്പോൾ പെട്ടുപോകുന്ന കേസുകളുണ്ടാകില്ല. അപ്പോൾ അവരവരെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്നായിരിക്കും. പക്ഷേ ഈ 19 വയസ്സുള്ള ഈ സ്ത്രീ, 2 വലിയ ആൺമക്കളുടെ അമ്മയായ ഈ സ്ത്രീ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് അതേപോലെ തന്നെ പ്രായമായ മക്കളുള്ള അമ്മമാർ വന്നിട്ട് കറക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇട്ട് കമൻറ്റും ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊരു മൂല്യച്യുതിയാണ്, എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സിലോട്ട് പോകുന്നത്. പണ്ടൊക്കെ നമുക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ, പണ്ടെന്നല്ല ഇപ്പോഴും മനസാക്ഷി മരവിക്കാത്ത ഓരോരുത്തർക്കും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു വാത്സല്യമാണ് അവരോട് തോന്നുന്നത്. 12 വയസ്സുള്ള കുട്ടികളെയൊക്കെ കാണുമ്പം നമുക്കൊരു വാത്സല്യമാണ് തോന്നുന്നത്. ഒരുപക്ഷേ കാമഭ്രാന്തന്മാർ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർ മാനസികമായി വൈകല്യമുള്ളവരാണ്. അപ്പം ഈ കമൻ്റ് ഇട്ടവർ മാനസിക വൈകല്യത്തിന് അടിമകളാണെന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും ഒരു 12 വയസ്സുള്ള കൊച്ചിനെതിരെയാണ് ഇവർ കമൻ്റ് ഇട്ടേക്കുന്നത്. അവൻ മാത്രമല്ല, ഇവളും തെറ്റുകാരിയാണ്, ഇവളെയും പിടിച്ചകത്തിടണം, ഇവളും തുല്യ ശിക്ഷ അർഹിക്കുന്നില്ലേ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. എന്തൊരു കഷ്ടമാണ്! ഈ സ്ത്രീനെയൊക്കെ ഒരു അമ്മ എന്ന് പറയാൻ പറ്റുമോ? ഇവരൊക്കെ അങ്ങ് ഫേസ്ബുക്കിൽ, എന്നിട്ട് ഞാനിവരുടെ അതിനുശേഷമാണ് ഈ കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ ഇവരുടെ പ്രൊഫൈലിൽ കൂടി ഒന്ന് പോയി. അപ്പോൾ പ്രൊഫൈലിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരാളെ പിടുത്തം കിട്ടുമല്ലോ. പക്ഷേ അത് ഏകദേശം ആളെ അങ്ങനെ പിടുത്തം കിട്ടത്തില്ല. അവർ കമൻറ്റുകളിലാണ് നമുക്ക് ആളെ മനസ്സിലാകുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സ്ത്രീ അതിനകത്ത് കുറേ കാരുണ്യ പ്രവർത്തകരുടെയൊക്കെ അവരൊക്കെ ഷെയർ ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇവരൊത്തിരി മനസാക്ഷിയുള്ള സ്ത്രീയാണെന്ന്. പക്ഷേ മനസാക്ഷിയുള്ള സ്ത്രീക്ക് ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് മനസാക്ഷി തോന്നുന്നില്ല എങ്കിൽ ഇവരെയൊക്കെ ഏത് ഗണത്തിൽ പെടുത്താൻ പറ്റും? ഏത് ഗണത്തിൽ ഇവരെയൊക്കെ പെടുത്താൻ പറ്റും? ഇനി അതിനകത്ത് ലൈക്ക് ഇട്ടവർ അതിനെ കഴിഞ്ഞ് വലിയ മനോരോഗികളാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കാണ് ഇങ്ങനെ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ ആ ഒരു വാത്സല്യത്തോടെ കാണേണ്ടതിന് പകരം അവരെയൊക്കെ മുതിർന്നവരുടെ കാറ്റഗറിയിൽ അങ്ങ് പെടുത്തിയേക്കുക. അതുകൊണ്ടാണ് ഇന്ന് എന്താ പറയുക, LKGയിലും UKGയിലും പഠിക്കുന്ന പിള്ളേരൊക്കെ വലിയ ഭാഷകളിൽ സംസാരിക്കാനുള്ള കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാത്സല്യത്തിൻ്റെ ഒരു ആ സ്റ്റേജ് അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ വിചാരിക്കും വളർന്നു വരുന്ന തലമുറകൾ ഭയങ്കര പോക്കാണല്ലോ. അല്ലല്ലല്ലല്ല, തലമുറകളെ കഴിഞ്ഞും കെട്ട മൈൻഡാണ് ഈ എന്താ പറയുക, ഒരു പ്രായം കഴിഞ്ഞ് അമ്മൂമ്മമാർക്കും ആൻറ്റിമാർക്കും അങ്കിളുമാർക്കും അമ്മാവന്മാർക്കും എന്നൊക്കെ പറയാതെ യാതൊരു നിർവാഹവും ഇല്ല. എനിവേ, ആർക്കെങ്കിലുമൊക്കെ ഇതൊന്ന് കേട്ടിട്ടൊരു മനസാക്ഷി ഉണ്ടാകട്ടെ. 12 വയസ്സുള്ളവർ ബാലകന്മാരാണ്. ഇതിന് അറിവില്ലാത്തവർ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 12 വയസ്സും അതിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ബാലകന്മാരെന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അവരൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രണയമല്ല, വലിയ ആൾക്കാർ കാണുന്ന പ്രണയമല്ല. ഇത് ആരോട് പറയാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്നൊരു സംഭവം. കാണാത്തവരുടെ അറിവിലോട്ടൊന്ന് ഞാനൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.